കർണാടകയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ് മൂകാംബിക. മൂകാംബിക ക്ഷേത്രത്തിലെ ദർശനം ആരംഭിക്കുന്നത് ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന സൗപർണിക നദിയുടെ തീരത്തു നിന്നാണ്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി നിരവധി ഔഷധ സസ്യങ്ങളിലൂടെ ഒഴുകി വരുന്നതിനാൽ ഈ നദിയിൽ കുളിക്കുന്നത് സർവ്വരോഗ നിവാരണത്തിന് കാരണമാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. സുപർണൻ എന്നു പേരുള്ള ഗരുഡൻ തൻ്റെ മാതാവായ വിനിതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദിക്കരയിൽ തപസ് ചെയ്യുകയും തപസ്സിൽ സന്തുഷ്ടയായ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ നദി സൗപർണിക എന്ന പേരിൽ അറിയപ്പെട്ടതായി വിശ്വസിച്ചു വരുന്നത്. ഗരുഡൻ അന്ന് തപസ് ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന ഗുഹയാണിത്. ഇന്നത് ഗരുഡ ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്നു. സൗപർണിക നദിയുടെ ഈ ഒരു തീരത്തേക്ക് തന്നെയാണ് ദേവി ഫൽഗുന മാസത്തിലെ ഉത്സവ നാളിൽ ആറാട്ടിനായി ബ്രഹ്മരഥത്തിലേറി എഴുന്നള്ളുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് ഈ ഒരു സൗപർണിക തീരത്തേക്കുള്ള ദൂരം. ആറാട്ട് നാളിൽ ഇവിടേക്ക് എഴുന്നള്ളുന്ന ദേവിയെ ഓലക മണ്ഡപത്തിലിരുത്തി വിശേഷാൽ പൂജകൾ നടത്തുന്നു. നമ്മുടെ നാട്ടിലെ ആറാട്ട് മണ്ഡപത്തിനാണ് ഇവിടെ ഓലക മണ്ഡപം എന്ന് പറയപ്പെടുന്നത്. അന്നത്തെ പൂജകൾക്ക് ശേഷം പ്രസിദ്ധമായ ഓക്കുളി മഹോത്സവം നടത്തപ്പെടും. വടക്കേ ഇന്ത്യയിലെ ഹോളിയോട് സാമ്യം തോന്നുന്ന തരത്തിൽ ശാന്തിക്കാരും ഭക്തരും പരസ്പരം നിറങ്ങൾ വാരിയെറിഞ്ഞ് മൂകാംബിക ദേവിയുമൊത്ത് സൗപർണിക നദിയിൽ നീരാടുന്ന ഉത്സവമാണ് ഓക്കുളി മഹോത്സവം. സൗപർണിക നദിയിൽ ദേഹശുദ്ധി വരുത്തി ഓലക മണ്ഡപത്തിന് സമീപത്ത് നിന്ന് ഞങ്ങൾ മൂകാംബിക ദേവിയുടെ നട ലക്ഷ്യമാക്കി നദിയുടെ തീരത്തുകൂടെ നടന്നു. മൂകാംബിക ദേവി കിഴക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത്. ദേവിയുടെ ക്ഷേത്ര മതിൽക്കകത്ത് കയറും മുമ്പ് ക്ഷേത്രത്തിന് പുറത്തായി തെക്ക് കിഴക്കേ കോണിൽ കുടികൊള്ളുന്ന വലംബരി ഗണപതിയെ തൊഴുതു വേണം നമ്മുടെ ദർശനം തുടങ്ങുവാൻ. ഞങ്ങളെത്തിയത് ദീപാരാധന സമയത്താണ്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷേത്ര നടയുടെ മുമ്പിലുള്ള സുവർണ കൊടിമരവും അതിനൊപ്പം തന്നെ ഉയരമുള്ള ഒരു ദീപസ്തംഭവുമാണ്. ഈ ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. സ്തംഭ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗണപതിക്ക് ക്ഷേത്രത്തിൽ ഒരു വിശേഷാൽ സ്ഥാനം തന്നെ കൽപ്പിച്ചു പോരുന്നു. മൂകാംബിക ദർശനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കൊടിമരച്ചോട്ടിൽ നിന്നുള്ള പ്രാർത്ഥനയെന്നാണ് പഴമക്കാർ പറയുന്നത്. കാരണം എന്തെന്നാൽ 10 ദേവീ സങ്കല്പങ്ങളാണ് ഈ സുവർണ കൊടിമരത്തിൽ കുടികൊള്ളുന്നതായി വിശ്വസിക്കപ്പെടുന്നത്. താരേശ്വരി, ഷോഡേശ്വരി, ഭൂമാവതി, ഭൈരവി, ഭുവനേശ്വരി, ചിന്നമസം, ബിഗ്ലാമുഖി, ത്രിപുരസുന്ദരി, മാതങ്കി, കാളി എന്നിവയാണ് സങ്കല്പങ്ങൾ. കൊടിമരച്ചോട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസൃതമായി ഏത് ദേവിമാരാണോ നമ്മളെ അനുഗ്രഹിക്കേണ്ടത് അതാത് ദേവിമാർ നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ പ്രാർത്ഥന സഫലമാക്കുകയും ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു. നാലമ്പലത്തിനുള്ളിലേക്ക് ദേവി ദർശനത്തിനായി കയറും മുമ്പ് വടക്ക് കിഴക്കേ കോണിലുള്ള ദേവിയുടെ അംഗരക്ഷകനും സേനാനായകനുമായ വീരഭദ്രസ്വാമിയെ വണങ്ങിയ ശേഷം വേണം ദേവി ദർശനത്തിനായി നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുവാൻ. പ്രധാന ശ്രീകോവിലിൽ സ്വയംഭൂവായ ശിവലിംഗമാണുള്ളത്. ആ ശിവലിംഗത്തിനെ സുവർണരേഖയാൽ പൗത്തിരിക്കുന്നു. താരതമ്യേന ചെറിയ പാതയിൽ ത്രിമൂർത്തികളായ മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മാവും കുടികൊള്ളുന്നു. ശിവലിംഗത്തിൻ്റെ വലിയ പാതയിൽ കോലാപുരേശ്വരിയായ മഹാലക്ഷ്മിയും മഹാകാളിയും മഹാസരസ്വതിയും ഐക്യരൂപേണ മൂകാംബികാദേവിയായി കുടികൊള്ളുന്നു. സ്വയംഭൂവായ ശിവലിംഗത്തോടൊപ്പം ശങ്കരാചാര്യർ ശ്രീചക്രപീഠത്തിൽ പ്രതിഷ്ഠിച്ച മൂകാംബികാദേവിയുടെ സിംഹവാഹനയായ ചതുർബാഹു രൂപമാണുള്ളത്. ശ്രീകോവിലിനുള്ളിലുള്ള ശിവശക്തി സമന്വയത്തെ വന്ദിച്ച ശേഷം നാലമ്പലത്തിനുള്ളിൽ തന്നെയുള്ള ദശഭുജ ഗണപതിയെയും ശങ്കരാചാര്യരെയും തൊഴാവുന്നതാണ്. നാലമ്പലത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സരസ്വതി മണ്ഡപത്തിൽ വന്ദിക്കാവുന്നതാണ്. കൂടാതെ ഉപദേവന്മാരായി കുടികൊള്ളുന്ന പഞ്ചമുഖ ഗണപതി, സുബ്രഹ്മണ്യ സ്വാമിയോട് കൂടെ കുടികൊള്ളുന്ന നാഗത്താമാർ, ഹനുമാൻ സ്വാമി, വെങ്കടാചലപതി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണു,
4 സങ്കല്പങ്ങളിലാണ് ശിവഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നിവയാണ് ആ സങ്കല്പങ്ങൾ. ഉപദേവന്മാരെ എല്ലാം തൊഴുത് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ വീരഭദ്രസ്വാമിയുടെ സമീപത്തായി കുടികൊള്ളുന്ന തുളസിത്തറയിൽ ശ്രീകൃഷ്ണസ്വാമിയെയും തൊഴാവുന്നതാണ്. മൂകാംബിക ദേവിയെയും ഉപദേവന്മാരെയും എല്ലാം തൊഴുത ശേഷം അമ്മയുടെ ശീവേലിയും അത്താഴപൂജയും തൊഴുതു. ശങ്കരാചാര്യർക്ക് അസുഖം വന്നപ്പോൾ സാക്ഷാൽ മൂകാംബിക ദേവി തന്നെ തയ്യാറാക്കിയ കഷായക്കൂട്ടിൻ്റെ ഓർമ്മ പുതുക്കി സർവ്വരോഗങ്ങൾക്കും ശമനം നൽകുന്ന കഷായക്കൂട്ട് അത്താഴപൂജയ്ക്ക് ശേഷമാണ് നമുക്ക് ലഭിക്കുക. അതും സേവിച്ച് തിരുനടയിൽ വന്നിച്ച് പടികളിറങ്ങുമ്പോൾ ഇനിയും അമ്മയെ വന്ന് കാണുവാനും തൊഴുവാനുമുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ കണ്ട ഏവർക്കും നന്ദി.